ഓക്കെ, പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ലെറ്റ് y ഈസ് ഈക്വൽ ടു സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ്. സൈൻ എച്ച് ഇൻവേഴ്സ് എക്സിനെ y എന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഇനി നമുക്ക് സൈൻ എച്ച് ഇൻവേഴ്സ് ഇപ്പുറം വരുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എച്ച് വൈ എന്ന് കിട്ടും. സൈൻ എച്ച് വൈയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് ടു മൈനസ് വൈ ബൈ 2 ആണ്. ദെയർഫോർ 2x എന്ന് പറയുന്നത്, അപ്പോൾ എക്സ് ഇവിടെ ഉണ്ട്, 2 ഇവിടെ എന്ന് വരുമ്പോൾ 2x ഈക്വൽ ടു ഇ റൈസ് ടു വൈ മൈനസ് ഇതിന് നമുക്ക് 1 ബൈ ഇ റൈസ് ടു വൈ എന്ന് എഴുതാം. മൈനസ് ആണ് പവർ, അപ്പോൾ ഡിനോമിനേറ്ററിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇ റൈസ് ടു വൈ ആവുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലൈയിങ് ബൈ ഇ റൈസ് ടു വൈ. ഇ റൈസ് ടു വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2x ഇ റൈസ് ടു വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ മൈനസ് 1 എന്ന് വരും. ഇവിടെ നിന്ന് ഇതിനെ കൂടെ ഇപ്പുറത്തോട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇ റൈസ് ടു വൈ ഓൾറെഡി നമുക്കിവിടെ ഒരു ഇ റൈസ് ടു വൈ ഉണ്ട്, അപ്പോൾ ഒരു ഇ റൈസ് ടു വൈ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 2x ഇ റൈസ് ടു വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ ഇ റൈസ് ടു വൈ സ്ക്വയർ മൈനസ് 1 എന്നിട്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇ റൈസ് ടു വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 2x ഇ റൈസ് ടു വൈ മൈനസ് 1 ഈക്വൽ ടു 0. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിന് ഇ റൈസ് ടു വൈ, ഇ റൈസ് ടു വൈൻ്റെ ടേംസിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറിക്കഴിഞ്ഞു. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം എങ്ങനെയാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഡിഗ്രി 2 ഉള്ള ആളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡിഗ്രി 2 വന്നിരിക്കുന്നത് ഇ റൈസ് ടു വൈക്കാണ്, പിന്നെ അതിൻ്റെ ഒരു പവർ കുറയുക. അപ്പോൾ ഇവിടെ ബിയുടെ സ്ഥാനത്തെന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഇക്വേഷനിൽ വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിന് ഇ റൈസ് ടു വൈ ആണ്. അപ്പോൾ നമ്മൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് കിടക്കുന്ന ഇ റൈസ് ടു വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഇവിടെ ബിയുടെ സ്ഥാനത്ത് മൈനസ് 2x പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ, അപ്പോൾ മൈനസ് 2xൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. അപ്പോൾ എ ഇൻറ്റു സിയുടെ സ്ഥാനത്ത് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ഈക്വൽ ടു. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. മൈനസ് മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ 2x പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇവിടെ നമുക്ക് 4x സ്ക്വയർ വരും, മൈനസ് മൈനസും കൂടെ പ്ലസ് വരും. 4 ഇൻറ്റു 1 ഇൻറ്റു 1 4 ആണ് ബൈ 2. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 2x പ്ലസ് ഓർ മൈനസ് ഇതിനകത്തുനിന്ന് ഒരു 4 നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ 2 എന്ന് വരും ഈക്വൽ ടു 2x പ്ലസ് ഓർ മൈനസ് 4ൻ്റെ വെളിയിൽ റൂട്ടിൻ്റെ വെളിയിൽ 4 വരുമ്പോൾ 2 ആവും, പിന്നെ ഉള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി ഈ ന്യൂമറേറ്ററിൽ 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് കോമൺ എടുത്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്ററിൽ 2s ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഉള്ളത് എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇതിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കുന്നത്. ടേക്കിംഗ് പോസിറ്റീവ് വാല്യൂ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ആരായിരുന്നു? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇ റൈസ് ടു വൈ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇ റൈസ് ടു വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. നമുക്ക് പക്ഷേ വേണ്ടത് വൈയുടെ ആൻസറാണ്. അപ്പോൾ വൈ കിട്ടണമെങ്കിൽ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. അപ്പോൾ ലോഗ് ഇ റൈസ് ടു വൈ ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ലോഗും ഇയും വരുമ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് വൈ ഈസ് ഈക്വൽ ടു എൽ എൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇവിടെ വന്നപ്പോൾ പ്ലസ് ആയിരുന്നു, പ്ലസ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. ആൻഡ് വൈ നമ്മൾ സപ്പോസ് ചെയ്തിരുന്ന സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് എന്നാണ്. തിരിച്ച് വൈക്ക് പകരം സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എൽ എൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് ആൻസർ കിട്ടും. സിമിലർലി ഈ ക്വസ്റ്റ്യൻ കോസ് എച്ച് ഇൻവേഴ്സ് ചെയ്യുക, അതുപോലെ ടാൻ എച്ച് ഇൻവേഴ്സും ചെയ്യാം. ടാൻ എച്ച് ഇൻവേഴ്സ് ഞാൻ ചെയ്യാം, കോസ് എച്ച് ഇൻവേഴ്സ് ഹോംവർക്കായിട്ട് ചെയ്യാം. അപ്പോൾ ടാൻ എച്ച് ഇൻവേഴ്സ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു ടാൻ എച്ച് ഇൻവേഴ്സ് എക്സ് എന്ന് ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടാൻ എച്ച് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടാൻ എച്ച് ഇൻവേഴ്സ് അതായത് ടാൻ എച്ച് ഇൻവേഴ്സ് ഇപ്പുറം വരുമ്പോൾ ടാൻ എച്ച് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇനി ടാൻ എച്ച് എക്സിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് ടു മൈനസ് വൈ ബൈ ഇ റൈസ് ടു വൈ പ്ലസ് ഇ റൈസ് ടു മൈനസ് വൈ എന്ന് കിട്ടും. ഇനി ഇതിനെ കൂടെ ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ പ്ലസ് ഇ റൈസ് ടു മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് ടു മൈനസ് വൈ എന്ന് എഴുതാം. എക്സ് ബ്രാക്കറ്റിനകത്തോട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് ടു
മൈനസ് വൈ. ഇനി ഇ റൈസ് ടു മൈനസ് വൈ ടേംസ് എല്ലാം ഒരിടത്താക്കുക. അപ്പോൾ എക്സ് ഇ റൈസ് ടു മൈനസ് വൈ ഇവിടെ ഉണ്ട്. ഈ മൈനസ് ടേമിനെ കൂടെ ഇപ്പുറം കൊണ്ടുവന്ന് പ്ലസ് ഇ റൈസ് ടു മൈനസ് വൈ ഈക്വൾ ടു ഇ റൈസ് ടു വൈ ഇവിടെ ഉണ്ട്. ഈ ടേമിനപ്പുറം കൊണ്ടുപോയി മൈനസ് എക്സ് ഇ റൈസ് ടു വൈ, എക്സ് ഇ റൈസ് ടു വൈ. ഇനി ഇവിടെ നമുക്ക് ഇ റൈസ് ടു മൈനസ് വൈ കോമൺ എടുത്താൽ പിന്നെ ഉള്ളത് എക്സ് പ്ലസ് വൺ. ഇവിടെ ഇ റൈസ് ടു വൈ കോമൺ എടുത്താൽ ഉള്ളത് 1 മൈനസ് എക്സ്. അപ്പോൾ നമുക്കിവിടെ ഇ റൈസ് ടു വൈ ബൈ ഇ റൈസ് ടു മൈനസ് വൈ, ഇ റൈസ് ടു മൈനസ് വൈനെ ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ എം മൈനസ് എൻ ആണ്. അപ്പോൾ ഇവിടുത്തെ മൈനസും കൂടി എന്താവും, പ്ലസ് ആവും. പിന്നെ ഉള്ളത് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. അപ്പോൾ ഇ റൈസ് ടു 2y എന്നുള്ളത് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് ആയി. ഇനി നമ്മൾ രണ്ട് വശത്ത് ലോഗ് എടുക്കുക. ലോഗ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈയും ലോഗും പോയിട്ട് 2y ഈസ് ഈക്വൾ ടു ln 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഇവിടെ നിന്ന് y ഈസ് ഈക്വൾ ടു 2 ഇപ്പുറം കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/2 ഇൻറ്റു ln 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ആൻഡ് y നമ്മൾ സപ്പോസ് ചെയ്തിരുന്നത് എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ, ടാൻ എച്ച് ഇൻവേഴ്സ് എക്സ് എന്നായിരുന്നു. തിരിച്ച് വൈക്ക് പകരം ടാൻ എച്ച് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൾ ടു 1/2 ln 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇതേ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രൽ വാല്യൂസും ആണ്. അപ്പോൾ ഡെറിവേറ്റീവ്സ് പഠിക്കുമ്പോൾ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് യു വിട്ടിട്ട് പഠിച്ചാൽ മതി, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ യു പോയിട്ട് കഴിയുമ്പോൾ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/√1 പ്ലസ് എക്സ് സ്ക്വയർ. കോസ് എച്ച് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/√x സ്ക്വയർ മൈനസ് 1. ടാൻ എച്ച് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/1 മൈനസ് എക്സ് സ്ക്വയർ. സിമിലർലി കോട്ട് എച്ച് ഇൻവേഴ്സ് എക്സിൻ്റെത് 1/√ഇല്ല, 1/1 മൈനസ് എക്സ് സ്ക്വയർ. സീക്ക് എച്ച് ഇൻവേഴ്സ് എക്സിൻ്റെത് -1/x√1 മൈനസ് എക്സ് സ്ക്വയർ. കൊസീക്ക് എച്ച് ഇൻവേഴ്സ് എക്സിൻ്റെത് -1/(x√1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ഇതുപോലെ നമുക്ക് ഇൻ്റഗ്രൽ വാല്യൂവും കൂടി ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെത് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിസൾട്ട് പഠിക്കുക. 1/√(a² പ്ലസ് u സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ എക്സിലിട്ട് പഠിച്ചാലും മതി. 1/√(a² പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ബൈ എ, അല്ലെങ്കിൽ സൈൻ എച്ച് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്, ln എക്സ് പ്ലസ് √(x² പ്ലസ് a². അതുപോലെ 1/√(x² മൈനസ് a² എന്ന് പറയുന്നത് കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ബൈ എ, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനാണ്. അതുപോലെ 1/a² മൈനസ് u സ്ക്വയർ ഇവിടെ ശ്രദ്ധിക്കുക. മൈനസ് എക്സ് സ്ക്വയർ വരുമ്പോൾ ഒന്നുകിൽ 1/a ടാൻ എച്ച് ഇൻവേഴ്സ് എക്സ് ബൈ എ, അല്ലെങ്കിൽ 1/a cot h inverse x by a. സിമിലർലി ബാക്കി ഫോർമുലാസ് കൂടി പഠിച്ചിരിക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ dx ബൈ √4x² മൈനസ് 9. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ലെറ്റ് u ഈസ് ഈക്വൽ ടു 2x സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ du എന്ന് പറയുന്നത് 2x എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ഇതിന് നമുക്ക് 3² എന്ന് എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് 2x നമ്മൾ u എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പോൾ du എന്ന് പറയുന്നത് 2dx എന്ന് വരും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ ഇൻ്റഗ്രൽ dx ബൈ √4x² മൈനസ് 9 നമുക്ക്, അപ്പോൾ ഇവിടെ നമുക്ക് dxന് പകരം 1/2 du എന്ന് എഴുതാം. അപ്പോൾ dxന് പകരം 1/2 du ഡിവൈഡഡ് ബൈ √4x² ആണ് 2x, അതായത് 4x എന്ന് പറഞ്ഞാൽ 2x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 2xന് പകരം u കൊടുക്കുക. അപ്പോൾ u² മൈനസ് 9ന് പകരം 3² കൊടുക്കുക. ഇൻ്റഗ്രൽ ഉണ്ട് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ du ബൈ √u² മൈനസ് 3². അതായത് ഇത് ഏത് ഫോമിലായി, ഇൻ്റഗ്രൽ dx ബൈ √(x² മൈനസ് a² ഫോമിലായി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇതാണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ ആ ഫോമിലോട്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ആൻസർ 1/2 കോസ് എച്ച് ഇൻവേഴ്സ്, ഇവിടെ നമുക്ക് വേരിയബിൾ യു ബൈ എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 3 ആണ്, പ്ലസ് സി. ഇനി യു ഒക്കെ നമ്മളായിട്ട് കൊടുത്തതാണ്, ക്വസ്റ്റ്യനിൽ എക്സേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു കൊടുക്കുക. 1/2 കോസ് എച്ച് ഇൻവേഴ്സ് യുവിന് പകരം നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ 2x ആണ്. അപ്പോൾ 2x ബൈ 3 പ്ലസ് സി. ദിസ് ഈസ് ദി ആൻസർ.